മനുഷ്യന്മാരെ കാര്യം ആലോചിച്ചിട്ടേ രാവിലെ മര്യാദയ്ക്ക് സൂംബ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ അതും കഴിഞ്ഞ് ക്ലാസ്സിൽ പോകുന്ന ഞാൻ അവിടെ ചെറിയൊരു ട്വിസ്റ്റിൽ നേരെ വണ്ടി ഇടിച്ച് വന്നത് ഹോസ്പിറ്റലിലേക്കാണ്. വണ്ടി ഇടിച്ചിട്ട് ആരെയും മറിച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെ വീണുള്ളൂ. ഒരാൾ ക്രോസ് ചെയ്യാൻ നോക്കിയപ്പം ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങ് പണയം വെച്ചു. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്നും വീണു. വണ്ടിയിൽ നിന്നും വീണ് കാല് നല്ല രീതിയിൽ ഫ്രാക്ചറായി, നല്ല പണി കിട്ടി. ഞാൻ അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നാട്ടുകാരൊക്കെ എടുത്ത് ഓടിയെങ്കിലും അവിടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് കാരണം ഞാൻ ബേബിയിലേക്ക് അങ്ങ് മാറി. അവിടെ ഇരുന്ന് ഉമ്മ എന്നെ കുറച്ച് ആലോചിക്കുന്നതാണ് ഈ കാണുന്നത്. എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല, കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി ഇവളം കൊണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ചേച്ചി ചോദിക്കുന്നത്, നീ എന്തേ കാണിക്കണം കൊച്ചേന്ന്. അപ്പം ചേച്ചി ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് എന്താ കാണിക്കുന്നതെന്ന്. അങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ ബോറടിച്ചിരിക്കുമല്ലേ, എന്തേലൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, കാലൊടുങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ കാലൊടുങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിലിംഗ് എടുക്കാൻ വേണ്ടി കാഷ്വാലിറ്റിയിലേക്കൊക്കെ പറഞ്ഞു വെച്ചാൽ അവിടെ നിന്ന് അവർ ഐസ് ബാഗൊക്കെ വെക്കാൻ പറഞ്ഞു. കാലിന് നല്ല രീതിയിൽ പണി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നീരൊക്കെ വെച്ച് നല്ല ഫ്രാക്ചേഴ്സ് പറഞ്ഞാൽ എല്ല് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ലിഗമെൻറ്റ് ഫ്രാക്ചേഴ്സാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഡോക്ടർ അത് പ്ലാസ്റ്റർ ഇട്ട് തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് ഒരു ഊബറൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഓക്കെ, ബൈ.